ഇന്ന് നമ്മൾ ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ ഫിലിം കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഇന്നെന്ന് പറഞ്ഞെങ്കിൽ നമ്മളിത് റിലീസിന്റെ ആ ഒരു ടൈമിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. ഇവിടെ ഈ ലക്കി ഭാസ്കറിന്റെ തെലുഗും തമിഴുമാണ് റിലീസ് ഉണ്ടായിരുന്നത്. നമ്മൾ തമിഴാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം തെലുഗു ആകുമ്പോൾ സബ് ടൈറ്റിൽസ് വായിച്ചിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ തമിഴാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ടുള്ള AGS മധുരവായിലാണ് ഫിലിം കാണാനായിട്ട് വന്നിട്ടുള്ളത്. കുഞ്ചൂസിന് എക്സ്ട്രാ സീറ്റ് മേടിക്കാനായിട്ടായിരുന്നു ചേച്ചി പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കുട്ടികൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രാ കുഷ്യൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. എല്ലാ തിയേറ്ററുകളിലും ഇത് അവൈലബിൾ അല്ല, പക്ഷേ ഈ ഒരു തിയേറ്ററിൽ ഇത് അവൈലബിൾ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫിലിം. അമരനിൽ സായ് പല്ലവിയുടെ ആക്ടിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ലക്കി ഭാസ്കറിൽ DQ ഫാൻസിനുള്ള ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. സീറ്റ്സ് ഒക്കെ കാലിയായി കിടക്കുന്നത് കണ്ടിട്ട് ആരും വന്നിട്ടില്ല എന്ന് വിചാരിക്കേണ്ട കേട്ടോ. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ടാണ്, ആളുകളൊക്കെ വരാനുള്ള ടൈം ആവുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് 12:20 ഷോയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്റർവെൽ ആയപ്പോൾ പിസ്സ, ചിക്കൻ നഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, കോൾഡ് കോഫി ഒക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫിലിം കഴിഞ്ഞിറങ്ങിയപ്പോൾ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിലും കുഞ്ചൂസ് ആണെങ്കിലും ഇത് മുഴുവൻ കഴിച്ച് തീർക്കില്ല. അതുകൊണ്ട് തന്നെ ജീജു ഫ്രൈഡ് റൈസ് പകുതിയും ബിരിയാണി പകുതിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തി നമ്മളിത് കഴിക്കുമ്പോഴേക്കും 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഹാപ്പി ഈവനിങ്, ബൈ.